നമസ്കാരം. വയനാട്ടിൽ ദുരന്തം നടന്നിട്ട് ഏതാണ്ട് തിങ്കളാഴ്ച രാത്രി ആയിരുന്നു നടന്നത്, ചൊവ്വാഴ്ച വെളുപ്പിലെ. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് നമ്മുടെ സുരേഷ് ഗോപി മന്ത്രി അങ്ങോട്ട് കയറിയിട്ടേ ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത്. സത്യത്തിൽ ഞാനത് കേട്ട് ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഞാൻ അദ്ദേഹത്തെ കുറേ നാളുകൊണ്ട് കാണുന്നു. നമുക്കറിയാം അദ്ദേഹം തൃശ്ശൂരിലെ ഇപ്രാവശ്യം നിന്ന് ജയിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നല്ല ഒരു മനുഷ്യ കാരുണികനായിട്ട്, മനുഷ്യർക്ക് ആപത്ത് വരുന്നിടത്ത് ഓടിച്ചെല്ലുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ തന്നെ പലപ്പോഴും എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് അദ്ദേഹം ഒരു MP ആയാലും അദ്ദേഹം പറഞ്ഞാൽ തൃശ്ശൂർക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യും. അപ്പോൾ അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് വൻഭൂരിപക്ഷത്തെ ജയിച്ചു, കേന്ദ്ര സഹമന്ത്രിയായി. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു, അഭിമാനമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊരു BJP MP അദ്ദേഹം പോയി മന്ത്രിയാകുന്നു നമ്മുടെ നാടിന് വേണ്ടി. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു മനുഷ്യന് അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി ഒരുപാടൊക്കെ അങ്ങ് ചെയ്യും എന്നൊക്കെ നമ്മളങ്ങ് അഹങ്കരിച്ചെന്ന് തന്നെ പറയാം. പക്ഷേ അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമുക്ക് എന്തുണ്ടായി? നമുക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. സാധാരണ രീതിയിൽ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ 2 കേന്ദ്രമന്ത്രിമാർ നമുക്കുണ്ട്. എന്നിട്ട് പോലും നമുക്ക് പ്രത്യേകിച്ച് യാതൊന്നും കിട്ടിയില്ല. നേരത്തെ എന്തെങ്കിലും സഹായങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥ. ഇതാണ് ഒരു സുരേഷ് ഗോപിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. അതായിരുന്നു അദ്ദേഹം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിനല്ല നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതൊക്കെ ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഈ വയനാട് ദുരന്തം നടന്ന് അദ്ദേഹം അങ്ങോട്ട് പോകുന്ന പോലും ഇല്ല കേട്ടോ. അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ എല്ലാം സിനിമാ മേഖലകളിൽ എവിടെ നിന്നല്ല ആൾക്കാരുണ്ടോ, മനുഷ്യസ്നേഹികളായ ആൾക്കാരുണ്ട്, കൂട്ടായ്മകൾ, ജാതിമത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ വയനാട് ദുരന്തത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അവരവരെ കൊണ്ടുവന്ന സഹായങ്ങൾ ചെയ്യുകയാണ്. അപ്പോഴൊക്കെയും ഈ സുരേഷ് ഗോപി അങ്ങോട്ട് ഇതുവരെ എത്തിപ്പോയി നോക്കിയിട്ടില്ല. സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇങ്ങനെയാണോ ഈ ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്? അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു മന്ത്രി ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഏതാണ്ട് 6 വകുപ്പിൻ്റെ ഏതാണ്ട് വികസന വകുപ്പുകളുടെ മേൽനോട്ടം എന്നെ ഏൽപ്പിക്കണം. കാരണം എന്താണ്, കേരളത്തിന് വേണ്ടിയിട്ട് അത്രയേറെ വികസനം കേരളത്തിലേക്ക് ഏൽപ്പിക്കാൻ, കേരളത്തിൽ നടത്താനെന്നും പറഞ്ഞിട്ട്. അപ്പം അദ്ദേഹം ഒന്നും തന്നെ പറയുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു 50 എത്രയോ ലക്ഷങ്ങളൊക്കെ രൂപ വീതം മരിച്ചവർക്കൊക്കെ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എനിക്ക് ഈ പൈസ ഒക്കെ പിന്നെ മതി, എനിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനായിട്ട് കൂടുതൽ സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് സൈന്യങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി എനിക്ക്. അത്യാവശ്യം ഇപ്പോൾ സൈന്യത്തെ എനിക്ക് കുറേ വിട്ടുതരിക, കാരണം ഇവിടെ ഈ സുരക്ഷാ ദൗത്യത്തിൽ ഏർപ്പെടാനുള്ള സഹായം ചെയ്യുക, പിന്നെ ആട്ട പൈസ എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയെ BJPയുടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണ് അത്രയും വയനാട് ദുരന്തം ഉണ്ടായത്. അതെങ്ങനെ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും? നമുക്കൊരിക്കലും ശരിയാകാൻ പറ്റില്ല. കാരണം നമുക്കൊരു കലാമിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പ്രശ്നം കൊണ്ട് ഉരുൾപൊട്ടി ഒലിച്ചും കൊണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ട് ചെന്ന് നിന്നുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമോ? അതൊന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പം വെള്ളപ്പൊക്കം ആയാലും ഇതേപോലുള്ള പ്രശ്നങ്ങൾ, ഏത് ദുരന്തം ഉണ്ടാകുന്നതും ഒരിക്കലും ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ കുഴപ്പമില്ല. പക്ഷേ അതിൽ നിന്ന് ഈ മുന്നറിയിപ്പുകൾ ഉണ്ടായാൽ അതിന് മുൻകരുതൽ എടുക്കണം, അതാവശ്യമാണ്. അത് നമുക്ക് പറയാം, നിങ്ങൾ ചെയ്യണോ, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്ന് പറയാം. പക്ഷേ അത്രമാത്രമുള്ള മുൻ അറിയിപ്പുകളൊന്നും തന്നെ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഓൾറെഡി അവിടെ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഓറഞ്ച് അലർട്ട് ഉണ്ടാകുന്ന സമയങ്ങളിൽ ആൾക്കാരെ എല്ലാവരും പിടിച്ച് മാറ്റി എല്ലായിടവും എപ്പോഴും താമസിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവിടെ പെട്ടെന്ന് ഒരു ദുരന്തം ഉണ്ടായി, അത് ആരെയും കുഴപ്പമില്ല. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ എല്ലാ പ്രതിപക്ഷ പാർട്ടി രാഹുൽ ഗാന്ധിയൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പാർലമെൻറ്റിൽ ഇതിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയാണ് സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അപ്പോഴും നമ്മുടെ ഒരു കേരളീയനായിട്ടുള്ള നമ്മുടെ BJP മന്ത്രി ഈ സുരേഷ് ഗോപി ഒന്നും തന്നെ കേരളത്തിന് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല. അവർ BJPയുടെ മന്ത്രിമാർ പറയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹം അതിനനുസരിച്ച് നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ ഇവിടെ, ഇങ്ങനെയുള്ള അവസരങ്ങളല്ലേ നമുക്ക് സുരേഷ് ഗോപിയെ പോലുള്ള ആൾക്കാർക്ക് സഹായം വേണ്ടത്. പിന്നെ എന്താണ് ഇദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നത്? അപ്പോൾ സുരേഷ് ഗോപി എനിക്ക് അദ്ദേഹത്തോടൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി അദ്ദേഹം അടുത്ത പ്രാവശ്യം തൃശ്ശൂരിൽ നിന്ന് ജയിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം ആൾക്കാർ ഇപ്പോൾ മനസ്സിലായി. കാരണം ജയിക്കുന്നതിന് മുമ്പ് അവിടെ അവർക്ക് സഹായം കൊടുക്കുന്നു, ഇവർക്ക് സഹായം കൊടുക്കുന്നു. പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം മാറി മറ്റൊരു രൂപമൊക്കെ അദ്ദേഹം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അദ്ദേഹത്തോട് ആർക്കും മാധ്യമങ്ങൾക്കൊന്നും ചോദിക്കാൻ വയ്യ. ചോദിക്കുന്നവരെല്ലാം അദ്ദേഹം എന്താണ് തർക്കുത്തരം പറഞ്ഞിട്ട് അവരുടെ നേരെ കടിച്ചു കീറിക്കൊണ്ടേ ഇല്ലെന്ന കാഴ്ചകളാണ് അന്ന് മുതൽ നമ്മൾ കാണുന്നത്. അപ്പോൾ
ആ തൃശ്ശൂരിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. ഇപ്പം രാഷ്ട്രീയ ഭേദം പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവും എല്ലാവരും നമ്മുടെ സർക്കാരും എല്ലാം പറഞ്ഞ് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴൊന്നും നമ്മുടെ സുരേഷ് ഗോപിയുടെ ശബ്ദമേ കേൾക്കുന്നില്ല. കാരണം അങ്ങനെ നമ്മുടെ ഈ BJP നമ്മുടെ കേരളത്തിലെ BJP നേതാക്കൾ പറയുന്നത് എന്താണ്, സുരേഷ് ഗോപിക്ക് ഇതിനോടൊന്നും ഇപ്പോൾ വയനാട്ടിലോട്ടൊന്നും വരാൻ നേരമില്ല. അദ്ദേഹം കേന്ദ്രത്തിൽ ഭയങ്കര ഭരണ ചുമതലയും വെച്ചുകൊണ്ട് ആകെ ബിസിയും തിരക്കുമാണ്, അദ്ദേഹത്തിന് ഇങ്ങോട്ടൊന്നും എത്തി നോക്കാനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു കേന്ദ്ര മന്ത്രി, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയൊരു മന്ത്രി കേരളത്തോട് ഈ ഒരു ആപത്ത് ഘട്ടത്തിൽ, ഈ ഒരു ദുരന്ത മുഖത്തിൽ ഇങ്ങനെയാണ് ഒരു മന്ത്രിയുടെ പ്രവർത്തനം നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ സുരേഷ് ഗോപി നിങ്ങൾ നമ്മളെയൊക്കെ പ്രതീക്ഷകളെയൊക്കെ മൊത്തത്തിൽ കാറ്റി പറത്തിക്കൊണ്ടൊക്കെ ഒരുപാട് അങ്ങ് താന്നു പോയി കേട്ടോ. അപ്പോൾ പിന്നെ എനിക്കൊരു അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട്, ഇച്ചിരിയും കൂടെയൊക്കെ ഒന്ന് കാര്യങ്ങളോട് കാര്യമായിട്ട് നിൽക്കണം. അല്ലാതെ ഇനി അങ്ങ് ഊട്ടിൽ നിന്നാൽ ജയിക്കാൻ തോന്നുന്നില്ല. കാരണം അങ്ങയുടെ വാചകോടി സംസാരമൊക്കെ കേട്ട് ആൾക്കാരെ അങ്ങനെ വിശ്വസിച്ച് ജയിപ്പിച്ചു വിട്ടു. പക്ഷെ ഒരു വട്ടം ഒരു അബദ്ധം ആർക്കും പറ്റും, പിന്നെ അബദ്ധം പറ്റില്ല കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്നവർ തന്നെ നമ്മൾ മലയാളികൾ എന്നുള്ളത് കൂടി സുരേഷ് ഗോപി അങ്ങ് ഒന്ന് ഓർക്കേണ്ടതുണ്ട് കേട്ടോ.